പാകിസ്ഥാനെ കോമാളികളെന്ന് പറഞ്ഞ് കണക്കിന് പരിഹസിച്ച് AIMIM മേധാവിയും ഹൈദരാബാദ് എംപിയുമായ അസദുദ്ദീൻ ഒവൈസി ഇന്ത്യക്കെതിരായ ആക്രമണത്തിന്റെ ദൃശ്യമായി ചൈനയുടെ സൈനിക അഭ്യാസത്തിന്റെ ചിത്രം രാജ്യം പ്രചരിപ്പിച്ചിരുന്നു. പാക് കരസേനാ മേധാവി അസിം മുനീർ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഉപഹാരമായി നൽകിയത് ഈ ചിത്രമായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പാക് സൈനിക മേധാവി ഒരു ഫോട്ടോ സമ്മാനിച്ചു. പാക് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. ദേശീയ അസംബ്ലി സ്പീക്കർ അവിടെ ഉണ്ടായിരുന്നു. ഈ മണ്ടൻ തമാശക്കാർ ഇന്ത്യയുമായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. 2019 ചൈനീസ് ആർമി അഭ്യാസത്തിന്റെ ഒരു ഫോട്ടോ അവർ നൽകിയിരുന്നു. അത് ഇന്ത്യക്കെതിരായ വിജയമാണെന്ന് അവകാശപ്പെട്ടു. അവർക്ക് ശരിയായ ഒരു ഫോട്ടോ പോലും നൽകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ചിത്രങ്ങൾ പകർത്താൻ തലച്ചോർ ആവശ്യമാണ്. ഈ ഒന്നിനും കൊള്ളാത്ത ആളുകൾക്ക് അതുപോലുമില്ല എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ദേശീയ അസംബ്ലി സ്പീക്കർ എന്നിവർ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ഫീൽഡ് മാർഷൽ എന്ന് വിളിക്കപ്പെടുന്നയാൾ അവിടെ ഉണ്ടെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു. പകർത്താൻ ശ്രമിച്ചാലും ഒരുവന് ഒരു കണിക പോലും ബുദ്ധി ഉണ്ടായിരിക്കണമെന്നും ഒവൈസി വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, IMFൽ നിന്നുള്ള $2 ബില്യൺ വായ്പ ഉപയോഗിച്ച് സൈനിക ഭീകര ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാന് സാധ്യതയുള്ളതിനാൽ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുമായി നടത്തിയ ആശയവിനിമയത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. പാകിസ്ഥാനെ FATF ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരണം. FATF ഗ്രേ ലിസ്റ്റിന്റെ പ്രാധാന്യം പണമിടപാടുകൾ നടത്തുമ്പോൾ ആ രാജ്യത്തിന്മേൽ വലിയ പരിശോധനയുണ്ടാകുമെന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ഹവാല ഇടപാടുകൾ എന്നിവയിലൂടെ ഇന്ത്യക്കെതിരെ തീവ്രവാദ ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്യുന്നതിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റൈനിൽ അസദുദ്ദീൻ ഒവൈസി പാകിസ്ഥാനെ പരാജയപ്പെട്ട രാഷ്ട്രമെന്ന് വിളിക്കുകയും ഇന്ത്യൻ സർക്കാരിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കാൻ പാകിസ്ഥാന് മതപരമായ വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യയിൽ കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉണ്ടെന്നും ഒവൈസി ചൂണ്ടിക്കാട്ടി. മതത്തിന്റെ ഈ വിഷയം ഏറ്റെടുത്ത് അവർ മുസ്ലിങ്ങളാണെന്ന് പറയാൻ പാകിസ്ഥാന് കഴിയില്ല. ഇന്ത്യയിൽ കൂടുതൽ മുസ്ലിം ജനസംഖ്യയുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാനേക്കാൾ ആത്മാർത്ഥതയുള്ളവരാണ്. ഇന്ത്യൻ ബഹുകക്ഷി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി ഒവൈസി പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ഒരു അക്രമകാരിയാണ്, ഇരയല്ല. പാകിസ്ഥാന്റെ സഹായത്തോടെയും പരിശീലനത്തിലൂടെയും തീവ്രവാദികൾ വർഷങ്ങളായി ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഞങ്ങൾ അവരോട് പറഞ്ഞു. മുംബൈ സ്ഫോടനം, ട്രെയിൻ സ്ഫോടനം, ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് മുന്നിൽ നടന്ന ചാവേർ ആക്രമണം, പുൽവാല, പത്താൻകോട്ട് ആക്രമണം എന്നിങ്ങനെ എല്ലാ ഡേറ്റയും ഞങ്ങൾ അവർക്ക് നൽകി. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല. ദക്ഷിണേഷ്യയ്ക്കോ മേഖലയ്ക്കോ ഇത് നല്ലതല്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇവിടെ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അവരെല്ലാം സമ്മതിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ വാദവും മുന്നോട്ട് വെച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.